ആദ്യകാലത്ത് മനസ്സിൽ വിചാരിച്ചിരുന്നത് ചിത്രകലയാണ് എൻ്റെ വഴി എന്നായിരുന്നു എൻ്റെ ആ സമയത്തുള്ള എൻ്റെ തിരിച്ചറിവ്. കാരണം വരക്കാറുണ്ടായിരുന്നു. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി തന്നെയാണ് പ്രധാനമായിട്ടും ശ്രമിച്ചത്. ആദ്യകാലങ്ങളിൽ ആരെങ്കിലും ചിത്രം വരച്ചു. പക്ഷേ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചിത്രരചനയിലൂടെ ഒരു ആശയം പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എഴുത്ത് അതിനുള്ളൊരു മാർഗമാണ് എന്ന് തോന്നിയതോടുകൂടി ആ എഴുത്തിൻ്റെ മേഖലയിൽ വിജയിക്കാനും കൂടി തുടങ്ങിയപ്പോൾ പിന്നീട് പൂർണ്ണമായിട്ടും അതിലേക്ക് തിരിയുകയും ആ മേഖലയിലേക്ക് തിരിയുകയും ആ രീതിയിലുള്ള സ്വദേശമായിട്ടുള്ള രചനകൾ തന്നെ ബോധപൂർവം നടത്തുകയും ചെയ്തു. ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ ബാലസാഹിത്യം എഴുതുന്ന സമയത്ത് കുട്ടികളിൽ ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിത്ത് വിതച്ചെടുക്കാനുള്ള ശ്രമം, സഹജീവി സ്നേഹം എന്നുള്ള ആ ഒരു ആശയം വിതച്ചെടുക്കാനുള്ള ശ്രമം. നമ്മളൊരു ഇരുട്ടിലൊരു തിരി കത്തിച്ചു വെക്കുക എന്നുള്ളതാണ് ഇരുട്ടിനെ മായ്ക്കാനുള്ള മാർഗം. അല്ലാണ്ട് ഇരുട്ടിനെ പഴി പറഞ്ഞൊന്നും കാര്യമില്ല. ഈ ഒരു രാഷ്ട്രീയ വിദ്വേഷമായി കഴിഞ്ഞാലും കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ഇതായി കഴിഞ്ഞാലും അധികാരം പിടിച്ചെടുക്കും. ഇവരുടെയൊക്കെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ഈ ഒരു കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുടെ ഒക്കെ മനസ്സിൽ ആ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തോടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസമോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം രാഷ്ട്രീയം അധികാരം മാത്രമാണ് അവരുടെ, അധികാരവും പണവും മാത്രമാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. ഏത് തരത്തിലുള്ള ആശയം ഇല്ലാതായി കഴിഞ്ഞാലും വിദ്വേഷം ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം പകരം സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനുള്ള മാർഗമായിട്ട് എഴുത്തിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്.